അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ജനാബത്ത് കുളിയുടെ രൂപം എങ്ങനെ എന്നതാണ് ചോദ്യം. ജനാബത്ത് കുളിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് ആദ്യം വെള്ളം നമ്മൾ കൈകൾ പാത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകുക, പിന്നീട് ഗുഹ്യഭാഗം കഴുകുക, അതിനുശേഷം സാധാരണ നമ്മൾ നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യുക. വുദൂ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് കാലുകൾ കഴുകാം. ഇനി അതല്ല, കുളി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മാറി നിന്ന് കാല് കഴുകാം. ആ രണ്ട് രീതിയും ആകാവുന്നതാണ്. വുദൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തല മുടി ഇടതൂർന്ന് എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രൂപത്തിൽ തല 3 തവണ കഴുകുക. പിന്നീട് വലതുഭാഗത്ത് വെള്ളമൊഴിക്കുക, ഇടതുഭാഗത്ത് വെള്ളമൊഴിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പൂർണ്ണമായ രൂപം. മൈമൂന റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തി ജനാബത്തിൽ നിന്ന് ശുദ്ധമാകണം എന്ന നിയ്യത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് മതിയാകുന്നതാണ്. അയാൾ ജനാബത്തിൽ നിന്ന് ശുദ്ധമായി കഴിഞ്ഞു. ഷവറിന് താഴെ നിന്നു ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകണം എന്ന നിയ്യത്തോടുകൂടെ ഒരാൾ കുളിച്ചാൽ ശരീരം മുഴുവൻ വെള്ളം നനച്ചു കഴിഞ്ഞാൽ, കുളി എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കലാണ്. ശരീരം മുഴുവൻ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അയാൾ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകും. അത് ജനാബത്ത് കുളിയായി മതിയാകും. എന്നാൽ അഫ്ളൽ അക്മൽ അത് നമ്മൾ ആദ്യം പറഞ്ഞ രൂപമാണ്. രണ്ട് രീതിയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.